നല്ലൊരു കോഫി പുഡിംഗ് റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് 1/2 കപ്പ് ഐസ് വാട്ടർ, അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ജലറ്റിനാണ്. ജലറ്റിൻ നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂണാണ് കേട്ടോ. എല്ലാം ഞാൻ കൃത്യം അളവുകളാണ് ഞാൻ പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ലൊരു കോഫി പുഡിംഗ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞാൻ 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ ഐസ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അത് അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് അത് നന്നായി അലിഞ്ഞ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അത് അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിട്ടുള്ള ജലറ്റിൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സിമ്മാക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ആ ജലറ്റിനൊക്കെ അതിൽ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിലേക്ക് ഈ ഒരു മിക്സ്, കോഫി മിക്സ്, ജലറ്റിൻ മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്ക് മെയ്ഡ് ഒരു 1/2 ടിന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ആ ചെറിയ ചൂടോട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ ജലറ്റിൻ ഉറയ്ക്കും. അപ്പോൾ അങ്ങനെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. അത് 250 ml കേട്ടോ. അതങ്ങനത്തെ ഒരു ചെറിയൊരു പാക്കറ്റ് കിട്ടില്ലേ, അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തത് എന്താ ചേർക്കേണ്ടത്, നേരത്തെ നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുള്ള ജലറ്റിൻ മിക്സ്, അത് ചെറിയ ചൂടോടെ തന്നെ ഫ്രഷ് ക്രീമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട്, വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ യോജിപ്പിക്കുക. വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ബൗളും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബൗളിലും ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 20 മിനിറ്റ് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കോഫി പുഡിംഗ് ഞാനൊരു കുഞ്ഞു ബൗളിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതേപോലെ ഓരോ ബൗളിൽ അങ്ങോട്ട് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ബൗള്. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെ കഴിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ കുഞ്ഞു ഭാവിക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട് വെച്ചാൽ ഇതുപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഷൈൻ ചെയ്യാം. കരണ്ടിന് വേണോ?